എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗോവിന്ദൻ പറഞ്ഞ വാക്കുകൾ കേട്ട് രാധികാമ്മ ആകെപ്പാടെ തകർന്നിരിക്കുകയാണ്. അതെ, ഇത്രയും കാലം ഞാൻ ഇവിടെ എല്ലാരും സംരക്ഷിച്ച് എന്താണെന്നറിയാവോ, എന്റെ അച്ഛന് കൊടുത്തൊരു വാക്കിന്റെ പേരില്ല. പക്ഷേ എങ്കില് ആ അനാർക്കലോടൊപ്പം ചേർന്ന് എന്നെ ചതിച്ചെന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും ആരോടും പൊറുക്കാൻ പറ്റില്ലെന്ന് പറയാം. ഇത് കേട്ടും രാധിക ഒന്ന് ഞെട്ടി. എന്റെ ഭഗവാനെ, തന്റെ കള്ളത്തരങ്ങളൊക്കെ ഇവൻ കണ്ടുപിടിച്ചോ എന്നൊരു ചിന്ത ഉണ്ടാകുന്നുണ്ട്. പെട്ടെന്ന് രാധിക പറഞ്ഞു, എന്താ കണ്ണാ നീ എന്തൊക്കെ ഈ പറയണേന്ന് ചോദിക്കുക. വേണ്ട രാധികമ്മേ, ഇനി കൂടുതൽ അഭിനയമൊന്നും വേണ്ട, എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം രക്തത്തോട് മാത്രം സ്നേഹമുള്ളൂ, ബാക്കി ആരോട് സ്നേഹമില്ലെന്ന് പറയാ. അയ്യോ അതെന്താ കണ്ണാ നീ അങ്ങനെ പറയണേ? ഞാൻ കരുതിക്കൊണ്ടിരുന്ന എന്താണെന്നറിയോ, രാധികാമ്മ ഈ നിൽക്കുന്ന വരുണേക്കാളും കൂടുതൽ എന്നെയാ സ്നേഹിച്ചോണ്ടിരുന്നേന്നാ. പക്ഷെ അതൊക്കെ എന്റെ വെറും തെറ്റിദ്ധാരണകൾ മാത്രമായിരുന്നു പിന്നീട് എനിക്ക് മനസ്സിലായെന്ന് പറയാം. അല്ല അല്ല കണ്ണാ, നീ എന്താ ഇപ്പൊ അങ്ങനെയൊക്കെ പറയാൻ കാരണം? അത് എനിക്ക് മനസ്സിലായത് എങ്ങനെയാണെന്നറിയാവോ, ഗീതും രേഖയും പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാ. ഗീതു പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞപ്പോ രാധികാമ്മയ്ക്ക് ഒരു പുച്ഛഭാവമായിരുന്നു, അവളെ തിരിഞ്ഞു പോലും നോക്കില്ല. പക്ഷേ രേഖ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വരുണിനെ പോയി കെട്ടിപ്പിടിക്കുന്നു. എന്തൊക്കെ പ്രകടനങ്ങളായിരുന്നു! അതൊക്കെ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നു. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം രാധികാമ്മയ്ക്കുള്ള വേർതിരിവെന്ന് പറയണം. അയ്യോ അത് കണ്ണാ, അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഗീതവും രേഖയും ഒരുപോലെയാണ്. നിന്റെ കുഞ്ഞും വരുണിന്റെ കുഞ്ഞും എനിക്ക് ഒരേപോലെയല്ലേ. ഞാൻ ഇന്നുവരെ ആ വേർതിരിവ് കാണിച്ചിട്ടുണ്ടോ? ഇല്ലെന്നായിരുന്നു ഞാൻ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ഒരിക്കലും കാര്യം മനസ്സിലായി. ഒരു കാരണവശാലും സ്നേഹിക്കാൻ കഴിയില്ലെന്ന്, ഒരിക്കലും അങ്ങനെ സ്നേഹിക്കാനൊന്നും പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് രാധികാമ്മ ഇനി കൂടുതലൊന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയം വരും പറഞ്ഞു, അമ്മേ, അമ്മ അവളുടെ കുഞ്ഞിനെ സ്നേഹിക്കണമെന്ന് പറയാ. കുഞ്ഞിനെ, എടാ എനിക്ക് ഈ ജന്മത്തിൽ അത് പറ്റില്ല എന്ന് പറയണം. അങ്ങനെയാണോ? അങ്ങനെ രണ്ട് കാര്യം ചെയ്താൽ മതി. എത്രയും പെട്ടെന്ന് തന്നെ ആ നാശവിത്തരെ ആ വയറ്റിൽ നിന്ന് ഇല്ലാതാക്കണം. ആ കുഞ്ഞിനെ അങ്ങോട്ട് കൊന്നുകളയണം. ഇനി അധികം വൈകിപ്പിച്ചുകൂടാ. വൈകിപ്പിക്കുന്നതോറും നമുക്ക് എന്താണെങ്കിലും നല്ലതൊന്നും അല്ല വരാൻ പോണേ. ആ കുഞ്ഞ് ജീവിച്ചിരുന്നാൽ നമ്മുടെ ജീവിതം തന്നെ അപകടമാണ്. അതുകൊണ്ട് അതൊരു കാരണവശാലും പാടില്ല. എത്രയും പെട്ടെന്ന് ആ നശൂല വിത്തിനെ ഇല്ലാതാക്കണം എന്നൊക്കെ പറയണം. പിന്നീട് ഗീതു നേരെ ചെല്ലുന്ന രഞ്ജുവിന്റെ അടുത്തേക്കാണ്. രഞ്ജുവിന്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും രഞ്ജു ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചോണ്ട് നിൽക്കണം. രഞ്ജുവിനോട് എന്നിട്ട് അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയാം. അതെ, അനാർക്കലി നീ തമ്മിലുള്ള ബന്ധം എന്താന്ന് ചോദിക്കുക രഞ്ജുവിനോട്. ഇത് കേട്ട രഞ്ജു പറഞ്ഞു, എന്ത് ബന്ധം? ഞാനും അവള് തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് പറയണം. ഇതേ കള്ളത്തരം പറയരുത്. അല്ല, അവര് ബാംഗ്ലൂരല്ലേ, അവര് ഞാനുമായിട്ട് എങ്ങനെ ബന്ധം എന്ന് ചോദിക്കാം. അതാ എനിക്കും മനസ്സിലാകത്തെ. പക്ഷേങ്കില് എന്തൊക്കെയോ വീഡിയോസും കാര്യങ്ങളൊക്കെ രാധികാമ്മയുടെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ, അതെങ്ങനെയാന്ന് ചോദിക്കും. എനിക്കറിയില്ല എന്ന് പറയണ. അവസാനം ഗീത പറഞ്ഞു, അതെ, കണ്ണേടന്റെ അടുത്ത് നീ ഒന്നും ഒളിച്ചു വെക്കരുത്. നിനക്കറിയാലോ കണ്ണേടൻ നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നും. ഒരു കാരണവശാലും ഒന്നും ഒളിക്കാൻ പാടില്ല. ഇതിനു മുമ്പ് ഞാൻ അമ്മേനെ കുറിച്ചുള്ള രഹസ്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് ഞാൻ ഒളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവസാനം കോമളിയായി തീർന്ന ഞാനാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു കാരണവശാലും കണ്ണേടന്റെ അടുത്ത് ഒളിച്ചു വെക്കരുത്. കണ്ണേടൻ നമ്മളെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒളിച്ചു വെച്ചെന്ന് പറഞ്ഞാൽ കണ്ണേടൻ അവസാനം അത് കണ്ടുപിടിക്കും. കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ ആ സ്വഭാവം എന്താന്നുള്ളത്. ഇത് കേട്ടതും രഞ്ജുവിന് ആകെപ്പാടെ വിഷമായി. രഞ്ജു പറഞ്ഞു, എനിക്കറിയാം ഗീതു, നീ പറയുന്നതിന്റെ അർത്ഥം വ്യാപ്തിയൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇങ്ങോട്ട് വന്ന സമയത്ത് എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു വിജയലക്ഷ്മി അമ്മ. അങ്ങനെ പല രഹസ്യങ്ങളും പറയരുത്, അവരെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങളും തുറന്നു പറയരുത് എന്നും പറഞ്ഞ് എന്നെ കൊണ്ട് സത്യം ചെയ്യിച്ച് അങ്ങോട്ട് വിട്ടേന്ന് പറയണം. ഇത് കേട്ടതും ഗീതുവിന് ദേഷ്യം. ഒരു വിജയലക്ഷ്മി അമ്മ അവരെന്റെ കൈ കിട്ടുമായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്താലെന്ന് എനിക്കറിയത്തില്ല. ഒരമ്മയും മോളും വന്നേക്കുന്നു, മനുഷ്യന് സ്വസ്ഥതയോടെ സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറയാണ്. ഇത് കേട്ടത് രഞ്ജുവോടെ ഒന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. പിന്നീട് ഗീതു എന്ത് ചെയ്യണം, നേരെ ഗോവിന്ദന്റെ മുറിയിലേക്ക് വരുമ്പോൾ ഗോവിന്ദൻ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. എന്ത് പറ്റി കണ്ണേട്ടാ, എന്താന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല, എനിക്കറിയാം ഇപ്പൊ ഈ മനസ്സിലുള്ള എന്താന്ന്. രഞ്ജുവും ആ അനാർക്കലി നമ്മളുടെ ബന്ധം അതെന്താന്നല്ലേ ഗോവിന്ദനെ അറിയണ്ടേന്ന് ചോദിക്കും. അല്ല, അത് പിന്നെ ഞാൻ അവിടെ തമ്മിൽ അങ്ങനെയൊന്നും ബന്ധമൊന്നും കാണത്തില്ല. രാധികാമ്മയല്ലേ ആള്. കാരണം രാധികാമ്മയുടെ മനസ്സ് വേറെന്തേലും ആയിരിക്കും. രാധികാമ്മ മനഃപൂർവ്വം രഞ്ജുവിനെ കൊടുക്കാൻ നോക്കിയതായിരിക്കും. അങ്ങനെ ഒരു വീഡിയോ ഒന്നും അവിടെ ഫോണിനകത്തില്ലല്ലോ, രാധികാമ്മയുടെ ഫോണിനകത്ത്. അപ്പൊ അതിനർത്ഥം എന്താ, മനഃപൂർവ്വം കൊടുക്കാൻ നോക്കിയതാന്ന്. അല്ലെങ്കിൽ തന്നെ കണ്ണേട്ടനൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിനു മുമ്പൊരു ദിവസം രഞ്ജുവിനെ മുറി പൂട്ടിയിട്ടിട്ട് ഞാൻ അങ്ങനെ ചെയ്തേ, ഞാൻ രഞ്ജുവിനെ അപകടപ്പെടുത്താൻ ശ്രമിച്ചേ എന്നൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിച്ചില്ലേ. എന്നിട്ടെന്താ, നമ്മളെ രണ്ടുപേരും പിരിക്കാൻ ശ്രമിച്ചില്ലേ. അതൊക്കെയാണ് രാധികാമ്മയുടെ സ്വഭാവം. ഇനിയിപ്പം ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമുണ്ടോന്ന് ചോദിക്കാം. ഗോവിന്ദ് പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ. പക്ഷെ കണ്ണേട്ടാ, അങ്ങനെ അവർ തമ്മിലൊരു ബന്ധമില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളോട് രഞ്ജു അതിനെക്കുറിച്ച് തുറന്നു പറയില്ലായിരുന്നു. പിന്നെ രാധികാമ്മയുടെ സ്വഭാവം ശരിക്കും അറിയാലോ. രാധികാമ്മ ഒരിക്കലും നേരായ വഴിക്കല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അവരുടെ കള്ളത്തരങ്ങളൊക്കെ നമുക്ക് അധികം വൈകാതെ തന്നെ പൊളിച്ചെടുക്കാം. കണ്ണായിട്ട് ഇങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദനെ സമാധാനിപ്പിക്കുക. അവസാനം ഗോവിന്ദ് ഗീതുവിനെ ചേർത്ത് പിടിക്കുക. പിന്നീട് ഗീതു പറഞ്ഞു, അതെ,
ഇപ്പോഴെനിക്കൊരു സമാധാനമായത്. മനസ്സിൽ എന്തെങ്കിലും വിഷമങ്ങളും വേദനകളും ഒക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കരുത്, അപ്പോൾ തന്നെ ആരോടെങ്കിലും പറഞ്ഞു തീർക്കണം എന്നൊക്കെ പറയാണ്. അങ്ങനെ ഗോവിന്ദനോട് പറയുന്ന സമയത്തും ഗീതുവിൻ്റെ ഉള്ളിലൊരു ഇതുണ്ടായിരുന്നു. അനാർക്കലിയും രഞ്ജുവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ താൻ കണ്ടുപിടിക്കണത്. ഇതിനു മുമ്പും ഇതുപോലെ എന്തെങ്കിലും ഉണ്ടോന്നൊരു സംശയം തോന്നിയിട്ടുണ്ട്. ഒരു പക്ഷേങ്കിൽ രഞ്ജു ആണോ ഈ വീട്ടിലെങ്ങാനും അനാർക്കലി ഒന്നിപ്പോൾ അവരെ സഹായിച്ചെന്നും അറിയത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് രഞ്ജു മറച്ചു വെക്കുന്നു, അതാണ് തനിക്ക് അറിയേണ്ടേ. ഇതിനേക്കാളും വലിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഗോവിന്ദന്റെ അമ്മയെ വിജയലക്ഷ്മി എന്നുള്ള കാര്യം താൻ കണ്ടുപിടിച്ചാണ്. എന്നിട്ട് കണ്ടില്ലേ, അവസാനം വന്നപ്പോൾ ഇങ്ങനെയായി തീർന്നു. അതിനെ വെറുതെ വിടാൻ പോകുന്നില്ല. എങ്ങനെയൊക്കെ ഗീതു മനസ്സിൽ കരുതുവാണ്. ഈ സമയം രേഖ ഫോൺ ചെയ്തുകൊണ്ട് ടെറസിന്റെ അവിടെ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് വരുമെന്ന് ഇങ്ങനെ പുറകെ നോക്കുക. നല്ല അവസരമാണ്. പുറകെ ഒരു തള്ളു കൊടുക്കുകയാണെങ്കിൽ അവളിപ്പോൾ താഴെ പോയി കിടക്കും. വയറ്റിൽ കിടക്കുന്ന കുഞ്ഞും പോവും, അവളും പോവും. അവളുടെ ശല്യം ഇതോടുകൂടി തീർന്നു. രക്ഷപ്പെട്ടു. നല്ല അവസരമാണെന്ന് കരുതിയിട്ട് വരുന്ന പതുക്കെ അങ്ങ് പമ്മി പൂച്ച പമ്മി പോകുന്ന പോലെ അങ്ങോട്ട് ചെല്ലുവാണ്. അങ്ങനെ ചെന്നിട്ട് എന്ത് ചെയ്യണം, രേഖനെ പിടിച്ച് തള്ളാനായിട്ട് കൈ അങ്ങോട്ട് വെക്കുമ്പോൾ പെട്ടെന്നാണ് പുറയുന്ന ആ വിളിയച്ച, രേഖേച്ചി എന്നുള്ള വിളിയച്ച. ഇത് കേട്ടതും വരുണൻ രേഖയും ഞെട്ടിത്തിരിഞ്ഞ് നോക്കുവാണ്. പെട്ടെന്ന് രേഖ വെച്ചു, വരുണേട്ടനോ? വരുണേട്ടൻ ഇത് എപ്പോൾ വന്നു എൻ്റെ പറയില്ല, ഞാൻ കണ്ടില്ലോ എന്ന് പറയണം. അല്ല അത് പിന്നെ ഞാനും കണ്ടില്ല എന്ന് പറയണ, എന്നെ കണ്ടില്ലേ? അപ്പോഴേക്കും ഗീതു അങ്ങോട്ട് വരികയാണ്. എൻ്റെ വരുണേട്ടാ, ഇത്രയും മുഴുപ്പിന് ഞാൻ ഇവിടെ നിന്നിട്ട് എന്നെ കണ്ടില്ലെങ്കിൽ പിന്നെ എന്ത് പറയാനാ? ഇതെന്നാ വരുണേട്ട കണ്ണ് അത്ര കാഴ്ചശക്തി ഇല്ലേ? എത്രയും പെട്ടെന്ന് തന്നെ ഒരു കണ്ണു ഡോക്ടറെ പോയി കാണുമെന്ന് പറയാം. ഇത് കേട്ടോണ്ട് വന്ന ഗീതു പറഞ്ഞു, വരുണേട്ടൻ അതൊന്നുമല്ല, വ്യക്തമായ ലക്ഷ്യം വെച്ചാൽ എങ്ങോട്ട് വന്നേന്ന് പറയണം. തീട്ടം വരുണ് ഞെട്ടി. തന്റെ കള്ളത്തരം പൊളിഞ്ഞു. താൻ അവളെ തള്ളി താഴെ ഇടാൻ നോക്കിയത് ഗീതു കണ്ടു. അപ്പൊ ഇനി എന്തു ചെയ്യുന്നൊരു വെപ്രാളം അവന്റെ മനസ്സിലുണ്ടാകുന്നുണ്ട്. പെട്ടെന്ന് രേഖിച്ച്, എന്താ ഗീതു എന്താ പറയാൻ വന്നേന്ന് ചോദിക്കണം. വരുണേട്ടന്റെ ലക്ഷ്യം എന്താണെന്നറിയാവോ? ഇവിടെ രേഖിച്ച് നിൽക്കുന്നുണ്ട്. കണ്ടിട്ടാരെ ഇങ്ങോട്ട് വന്നേ. രേഖിച്ചിയുടെ അടുത്ത് പമ്മി വന്നേ എന്താണെന്നറിയോ? രേഖിച്ച് ആരെയാ ഫോൺ വിളിക്കുന്ന അറിയാൻ വേണ്ടി വന്നാന്ന് പറയണം. അത് കേട്ടതും വരുണിന് പെട്ടെന്നൊരു സമാധാനം ഇത്. അതെ, അതിനുവേണ്ടി തന്നെയാണ് ഞാൻ വന്നേ. എന്തെങ്കിലും സംശയം ഉണ്ടോന്ന് ചോദിക്കണം. ഇത് കേട്ട രേഖ വെച്ചു, എന്താ വരുണേട്ട അത്? വരുണേട്ട എന്നെ സംശയമാണോ? അതുകൊണ്ടാണോ നീ ഇങ്ങനെയെന്ന് ചോദിക്കാം. അതെ, എനിക്ക് നിന്നെ സംശയമാണ്. നീ ആരെയാ ഫോൺ വിളിക്കണ്ടേ, എങ്ങനെയെന്നൊക്കെ ഞാൻ അറിയണ്ടേ? അല്ലാതെ കണ്ടവന്മാരെയൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഭർത്താവാന്ന് പറഞ്ഞ് ഇരുന്നിട്ട് എന്താ കാര്യം ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് രേഖനെ ചീത്ത പറയണം. അവസാനം രേഖ പറഞ്ഞു, വരുണേട്ടൻ ഭ്രാന്ത, അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞുകൊണ്ട് ഗീതനം വിളിച്ച് അകത്തേക്ക് കയറി പോവാണ്. ഈ സമയം വരുണ ഇങ്ങനെ രൂക്ഷമായിട്ട് രേഖനെ നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുകയാണ്. പിന്നീട് അവർണിക അജാസും കൂടെ വീട്ടിലേക്ക് വരുവാണ്. അപ്പം വന്ന് വീട്ടിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയ സമയത്ത് അവർണികയുടെ അജാസ് പറഞ്ഞു, അല്ല അവർണിക്ക് പുതിയ പേഴ്സ് വാങ്ങി കഴിയുമ്പോൾ പഴയ പേഴ്സ് എനിക്ക് തരാമെന്ന് പറഞ്ഞായിരുന്നല്ലോ, എന്നിട്ടെന്താ ആ പേഴ്സ് എനിക്ക് തന്നില്ലോ എന്ന് പറയണം. അയ്യോ അതോ, ആ പേഴ്സോ? അത് ഞാൻ തരാമെന്ന് പറയണം. പക്ഷെ അജാസ് കൈക്ക് അത് വേണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അല്ലെ, ഞാനേ കുറച്ച് നോട്ടുകളും തൊട്ടുകളും ഒക്കെ ഈ വണ്ടിക്ക് ചുമ്മാ അലക്ഷ്യമായിട്ട് അവിടെ ഇവിടേക്ക് ഇടും. എന്തിനാണെന്നറിയാവും, എനിക്ക് നല്ലൊരു പേഴ്സ് ഇല്ലാത്തതുകൊണ്ടാ. അത് എടുത്ത് വെക്കാൻ നല്ലൊരു പേഴ്സ് വേണം. അപ്പം അജാസിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവർണികയുടെ ആ പേഴ്സ് മേടിച്ചെടുക്കുക എന്നത് മാത്രമായിരുന്നു. അല്ല അതെന്തിനാ അങ്ങനെ ഇടുന്നേ വണ്ടിക്കകത്തേക്ക്? അത് പിന്നെയെന്ന് പറഞ്ഞാലേ, ഞാൻ ഓർഫനേജ് എല്ലാ മാസവും ഒരു തുക കൊടുക്കുന്നുണ്ട്. അപ്പം അതെനിക്ക് എടുത്തു വെക്കാനായിട്ടൊരു പേഴ്സില്ല. അപ്പം അതുകൊണ്ടാ പറഞ്ഞേ. അതിപ്പോൾ ഞാൻ വണ്ടിക്കകത്ത് അവിടെ ഇവിടെയൊക്കെ വെക്കുകയോ ചെയ്യുന്നേ. അപ്പം അതങ്ങനെ ഒരു പേഴ്സ് ഉണ്ടെങ്കിൽ അതിനകത്തങ്ങ് എടുത്തു വെച്ചാൽ പോരെ. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ വണ്ടിക്കകത്ത് ഇട്ടിയുമ്പോൾ ആ പൈസ അങ്ങ് അറിയാതെ എടുത്തു പോകും. അപ്പം ഇതാകുമ്പോൾ സേഫായിട്ട് എവിടെയെങ്കിലും എടുത്തു വെച്ചാൽ മതിയല്ലോ എന്ന് പറയണം. ഓ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇപ്പം തന്നെ അജാസുക ഈ പേഴ്സ് എന്നേക്കാം എന്നും പറഞ്ഞുകൊണ്ട് ആ പഴയ പേഴ്സിനകത്തുള്ള സാധനങ്ങളൊക്കെ എടുക്കുകയാണ്. അല്ല ഇതിപ്പം ഓർഫനേജ് കൊടുക്കാനുള്ളതല്ലേ പൈസ, ആദ്യത്തെ നിക്ഷേപം എൻ്റെ തന്നെ ആവട്ടെ, ആദ്യത്തെ സംഭാവന എൻ്റെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്തേക്ക് കുറച്ച് പൈസ വെക്കുവാണ്. പെട്ടെന്ന് അജാസ് പറഞ്ഞു, അതെ പൈസ വെച്ചാലേ ഒരു കാര്യം ചെയ്യാം, ആ പൈസയിൽ സ്വന്തം കൈപ്പടയും കൂടെ അങ്ങ് എഴുതിയേക്കാൻ പറയണം. എന്തിനാ അങ്ങനെ? അല്ല ഇരിക്കട്ടെ, അനാമയല്ല അവർണിയാണ് തന്നേന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവൾ എന്ത് ചെയ്യണം, അത്തേലേക്ക് വെറുതെ ഒന്ന് സൈൻ ചെയ്ത് വെക്കുവാണ്. അത് പക്ഷേങ്കിൽ കൊടുക്കാനായിരുന്നില്ല, അജാസിന് സൂക്ഷിച്ചു വെക്കാനെന്നുള്ള കാര്യം അവർണയ്ക്ക് അറിയത്തില്ലോ. അങ്ങനെ അജാസ് ആ പേഴ്സ് വാങ്ങി. ഈ സമയത്താണ് റിഹ്റാം അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ഇതെന്താ ഇതുവരെയായിട്ടും അവൾ ഇറങ്ങി വന്നില്ല അവർണിക. തൻ്റെ മോളും അജാസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്താണെന്ന് അറിയണം. അതറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. പിന്നീട് അവർണിക പോരാട്ട് അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേനും അജാസിനെ വിളിച്ച് വരുന്നുണ്ടോന്ന് ചോദിക്കുക. ഇല്ല എന്ന് പറയണം. അപ്പോഴത്തേക്ക് റിഹ്റാം വന്നിട്ട് പറഞ്ഞു, രണ്ടുപേരും എന്താ ഇങ്ങനെ ഇരിക്കണം, ബാ ഞാൻ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചായയുടെ കൂടെ കട്ട്ലൈറ്റും ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയാം. ഇതൊക്കെ പറയണ്ടായിരുന്നോ ഡാഡി നേരത്തെ? ഞാനും അജാസും കൂടെ ആണെങ്കിൽ ഇത് ചായയും കുടിച്ച് മൂക്കുമുട്ട കട്ട്ലൈറ്റും ഇത് കഴിച്ചിട്ടാ ഇറങ്ങിയേക്കെന്ന് പറയണം.
ഇത് കേട്ടതും രഹ്റാമിന് പിന്നെ എന്ത് ചെയ്യണം നടത്തില്ല. അവനകത്തേക്ക് കയറുവാണെങ്കിൽ അവനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനുണ്ടെന്ന് റഹ്റാം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അജാസ് പറഞ്ഞു, എന്നാ ശരി സാറേ ഞാൻ പോട്ടെ എന്ന് പറയണം. അങ്ങനെ അപർണയുടെ യാത്ര പറഞ്ഞ് അജാസ് അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം അപർണയുടെ അടുത്ത് നിന്നിട്ട് റിഹ്റാൻ പറഞ്ഞു, അതെ അവനുമായിട്ടുള്ള കമ്പനി അത്ര ശരിയല്ല എന്ന് പറയണം. അതെന്താ വെച്ചാൽ അങ്ങനെ പറഞ്ഞ് അവൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. പക്ഷേ അവൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് അന്വേഷിച്ചറിയുകയും ചെയ്തു. അത്ര നല്ല ബാക്ക്ഗ്രൗണ്ട് അല്ല, ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടാണ് ഉള്ളതെന്ന് പറയണം. അതെന്ത് തന്നെ ആയാലും എനിക്ക് കുഴപ്പമില്ല അച്ഛാന്ന് പറയണം. വേണ്ട മോളെ, കിഷോറുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. കിഷോറിനെ കുറിച്ച് അന്ന് ഞാനൊന്നും അന്വേഷിച്ചറിഞ്ഞില്ല. അതിൻ്റെ കൂലി എനിക്ക് കിട്ടി. പക്ഷെ ഇത് അങ്ങനെ ആവരുതെന്ന് പറയണം. എനിക്കതുകൊണ്ട് നീ ആരുടെയും അടുപ്പം കാണിക്കും പേടിയാന്ന് പറയണം. ദേ കിഷോറിനും അജാസിനും തമ്മിൽ ഒരു തട്ടിയിട്ട് തൂക്കില്ലച്ചാ. അവൻ എൻ്റെ സ്വത്തിലായിരുന്നു കണ്ണ്. പക്ഷെ അജാസിന് അങ്ങനെയല്ല. അജാസിനെ സ്നേഹിക്കുന്നത് എന്നെ മാത്രമാണ്. എന്നോടാണ് അവന് കൂടുതൽ കെയറിങ് കാണിക്കുന്നത്. കാരണം അവന് പണത്തോടും സ്വത്തോടും ഇല്ല ആർത്തി. എൻ്റെ സേഫ്റ്റിയാണ് അവനെ എപ്പോഴും നോക്കാറുള്ളത്, അല്ലാതെ മറ്റൊന്നുമല്ല. അവന് പണത്തിനോടോ സ്വത്തിനോടോ ഒന്നും താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് അവറിനെ അങ്ങോട്ട് കയറി പോവാണ്. റിഹ്റാം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.